ഏതായാലും നടൻ ജയസൂര്യക്കെതിരെ ചിലപ്പോൾ ഇന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ആക്രമണം നേരിടുന്ന ആരാണോ ഇപ്പൊ ദുൽഖർ സൽമാനെ പറയുന്നു, ഇപ്പൊ എന്താ പറഞ്ഞോ? ഇപ്പൊ ദുൽഖർ സൽമാനെ പറയുന്നു തമാശ കളിക്കരുത് ആണോ? ഇപ്പൊ ദുൽഖർ സൽമാനെ പറയുന്നു, മമ്മൂക്ക പറയുന്നു, ദുൽഖർ സൽമാനെ മാനവും മര്യാദയായിട്ട് ജീവിക്കുക. വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ദുൽഖർ സൽമാനെ ഒന്നും പറഞ്ഞതായിട്ട് കേട്ടില്ല. ഞാൻ കുറെ കമന്റും കുറെ ട്രോളും ഒക്കെ ഞാൻ കണ്ടു. ദുൽഖർ സൽമാനെ പറയേണ്ട കാര്യമില്ല. കുറെ പേരെ കേട്ടു, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ കേട്ടും പല ആർട്ടിസ്റ്റുകളുടെ പേരുകൾ, പല താരങ്ങളുടെ പേരിൽ, സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ. ഏതാണോ ആ പെണ്ണ്? എനിക്ക് എന്താ ചെയ്യില്ലേ? അവക്ക് എന്നെ അറിയോ? എനിക്ക് തന്നെ അറിയില്ലല്ലോ. ഞങ്ങൾ പരിചയമുണ്ടെന്ന് പറഞ്ഞോ? എടാ പൊട്ടം കുണാപ്പ, നിങ്ങൾ തമ്മിലല്ല. പേരുകൾ, പല താരങ്ങളുടെ പേരിൽ, സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ, ദുൽഖർ, ജയസൂര്യ അടക്കം പലരുടെയും പേര് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അവരുടെ. അങ്ങനെ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ? ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നടൻ ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം സ്വദേശിയായ നടി പരാതി നൽകി. തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് സെറ്റിൽ നടിയോട് മോശമായി പെരുമാറിയെന്ന മറ്റൊരു പരാതിയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന സിനിമാ ചിത്രീകരണത്തിനിടെ അപമര്യാദയായി പെരുമാറി എന്നുള്ള മറ്റൊരു പരാതിയും ജയസൂര്യക്കെതിരെ ലഭിച്ചിരിക്കുന്നത്. ഈ പരാതിയിലും തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എനിക്ക് മരിക്കണം, എനിക്ക് മരിച്ചാൽ മതി. എന്നെ മനസ്സിലാക്കാത്ത ഈ ലോകത്ത് ഇനി എനിക്ക് ജീവിക്കണ്ട. ഏതായാലും നടൻ ജയസൂര്യക്കെതിരെ ചിലപ്പോൾ ഇന്ന് തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. തൊഴിലിടത്തിൽ വെച്ചുള്ള പീഡനവും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതും അടക്കമുള്ള കുറ്റങ്ങളാകും ചുമത്തുക. അങ്ങനെയെങ്കിൽ അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളായി മാറും. സംഭവാമി യുഗേ യുഗേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, കൂടെ വരും. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.